ഹലോ ഗൈസ്, എല്ലാവർക്കും പ്രോട്ടോണിക്സ് ഗെയിമിംഗ്സിൻ്റെ പുതിയൊരു കുറേ നാളിന് ശേഷമുള്ള മൈൻക്രാഫ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ് ഞാൻ ഇന്ന് മൈൻക്രാഫ്റ്റ് ഏകദേശം 14 ദിവസത്തിന് ശേഷമാണ് കളിക്കാൻ വന്നത്. അതായത് ഞാൻ 2 ആഴ്ചയും മൈൻക്രാഫ്റ്റ് കളിച്ചിട്ടിട്ട് ഓക്കെ. ഞാനത് ഇട്ടത് തന്നെ ഞാൻ ഏതൊക്കെ ചുമ്മാ ബോറടിക്കുമ്പോൾ കയറി ഇതാണ് നമ്മുടെ ഒറിജിനൽ വേൾഡ്. ബാക്കിയെല്ലാം ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ടേക്കുന്നതാണ്. ഓക്കെ, ആൻഡ് വീഡിയോ ഇഷ്ടപ്പെടുന്നവർ വീഡിയോയിലേക്ക് ചെറിയ സമയം നമ്മൾ റോഡ് 600 സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും മറക്കാതടിച്ചു. എൻ്റെ കയ്യിലുണ്ടൊരു സാധനമൊക്കെ അവിടെ. അത് കൊള്ളാം. എൻ്റെ കയ്യിലുള്ളൊരു സാധനം ഒന്നും കാണുന്നില്ല. അതൊന്നും ഞാൻ കാണിച്ചില്ലല്ലേ. ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് ബാക്കിയൊന്നും ഓർമ്മയില്ല. ഞാനെന്നാ റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് അന്ന് രാത്രി കൊണ്ടാണ് ഞാൻ ഇത് ആക്കിയത്. ഓക്കെ, ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ ഒരു ബേസ്, ആ കാണുന്ന ഒരു ട്രീ ബേസിൽ നിന്ന് ഇവിടെ നമ്മുടെ ഒരു ബേസ് സെറ്റ് ചെയ്യാനായിട്ട് എനിക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ വേറെ എന്തെങ്കിലും ഐഡിയ ഒക്കെ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ നമ്മൾ എന്തായാലും ബ്ലോക്കിലെയോ TMM അങ്ങനെ ഒരു പ്രോ നമ്മളെടുത്ത് ദാറ്റ്സ് നോട്ട് മൈ നെയ്ബർ കളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും അത് കളിക്കുന്നതായിരിക്കും. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ കിടക്കാം. ഓക്കെ, നമ്മൾ ഗെയിം സെറ്റിങ്സിൽ ചെന്നിട്ട് സെറ്റിങ്സ് എടുത്തിട്ട് നമ്മൾ ഓഡിയോ 6767 ആക്കിയിട്ടേക്കാണ് ഞാൻ. നമുക്ക് എല്ലാവരും 67 ഇട്ടേക്കാം. ഇതുപോലെ ഇല്ലെങ്കിൽ പിന്നെ ഭയങ്കര നോയ്സ് ആയിരിക്കും ഗൈസ്. അപ്പോൾ ഞാൻ പിന്നെ സെറ്റ് ചെയ്തോളാം. എനിക്ക് വയ്യ, ഇത് കുറേ ഉണ്ട് വോളിയം സെറ്റ് ചെയ്യാൻ. സോറി ഗൈസ്, ഞാൻ പിന്നെ കഴിഞ്ഞ വീഡിയോ ചെക്ക് ചെയ്തതിൻ്റെ അതിന് മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ എൻചാൻമെൻറ്റ് ടേബിളൊക്കെ ഉണ്ടാക്കി എൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന്. ഞാൻ റെക്കോർഡ് ചെയ്തു, പക്ഷേ അതിൽ അന്ന് ഞാൻ എന്തോ ഒരു കാരണം കൊണ്ട് ഡിലീറ്റ് ചെയ്തു എന്നുള്ളത് ഞാൻ മറന്നുപോയി. ഓക്കെ, ഇപ്പം നിങ്ങളൊരു സ്ക്രീൻഷോട്ട് കാണിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ കാണിക്കും, അല്ലെങ്കിൽ കുറച്ച് എങ്ങനെയൊക്കെ കാണിച്ചോളൂ ഞാൻ. ഓക്കെ, എഡിറ്റ് ചെയ്ത് ഞാൻ അപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് കാണുന്നുണ്ടാവും. ആ സ്ക്രീൻഷോട്ടിലുള്ള പോലെ ഞാൻ നമ്മുടെ മൈനിങ് ഏരിയൻ്റെ മുന്നിലേക്ക് കുറേ കുളിച്ച് പോയപ്പം എനിക്ക് പിന്നെ ഡയമണ്ട്സ് കിട്ടി. ആ ഡയമണ്ട്സ് ആണ് മേലെ ഇരിക്കുന്നത്. ഞാൻ കാണിച്ചത് എൻ്റെ ഓർമ്മയിൽ 9 എങ്ങാണ്ടാണ് കിട്ടിയത്. 10 അല്ല 12 അത്ര കിട്ടി നമുക്ക്. അത് വെച്ചിട്ട് ഞാൻ എന്തായാലും ഉണ്ട്. ഓക്കെ, ആൻഡ് അതിന് ശേഷം പിന്നെ നമ്മൾ ഞാൻ പണിതാണ് ഈ കൗസാറ്. അതിൻ്റെ വലിയ പണിയില്ലാത്തതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഞാൻ കൗവിനെ പറ്റിക്കൊണ്ട് ചെയ്ത് കുറേ ദിവസത്തെ ഇത് ഞാൻ കാണിച്ചോ എനിക്ക് ഉണ്ടാക്കി ഓർമ്മില്ല. കാണിച്ചാലില്ലെങ്കിൽ ഞാൻ ക്യാമ്പ് സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട്. ഇത് വെച്ചിട്ടായിരുന്നു മറ്റേ പേപ്പർ ഉണ്ടാക്കിയത്. പേപ്പർ തന്നെ വേറൊന്നുമല്ല. പെട്ടിയിലാണ് ഞാൻ വെച്ചതെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ചത്തിട്ടില്ല. ഞാൻ നേരത്തെ വല്ല കളിയും കളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ സാധനവും എടുത്തിട്ട് വെച്ചിട്ട് പോയി ചാവലോ അങ്ങനെ ഇടയ്ക്ക് ഞാൻ ചെയ്യാറ്. ആ ബാരലില്ലേ ഇപ്പോൾ കണ്ടത്, ആ ബാരലല്ലേ ഈ സഞ്ചി പോലത്തെ സാധനം, ബാരൽ തന്നെയാണെന്ന് തോന്നുന്നു. അത് ഞാൻ മറ്റേ ലെതറും സ്പ്രിങ്ങും വെച്ച് ഉണ്ടാക്കിയതാണ് അല്ലേ. ഇവിടെ വല്ല ഉണ്ടോ? ഇല്ല. അതല്ല ആക്സൊക്കെ മാറ്റാൻ എനിക്ക് ഈ ഒരു സോളാർ ഷെയ്ഡർ ഉണ്ട്. സോളാർ ഷെയ്ഡറിൽ വെള്ളം ഇങ്ങനെ അല്ലായിരുന്നല്ലോ.
ഒരു മിനിറ്റ് ഞാൻ ഒന്ന് റീകണക്ട് ചെയ്തിട്ട്. ഓക്കെ സാർ, ഞാനിപ്പം നമ്മുടെ ന്യൂബ് ഷെയ്ഡറിലേക്ക് ഇട്ടിട്ടുണ്ട്. സോളാർ ഷെയ്ഡർ എന്തോ ഗ്ലിച്ച് അടിച്ചു. അതായത് ഞാൻ പിന്നെ സെറ്റ് നോക്കിയിട്ട് സെറ്റാക്കാം. ഞാൻ റീഫ്രഷ് ഒക്കെ അടിച്ചു നോക്കി, പക്ഷേ സാധനമൊന്നും ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് സെറ്റാക്കാം. ഫുഡൊക്കെ ഇതിനകത്തുണ്ടാവില്ല. അപ്പോൾ ഫുഡുണ്ട്, ഷവലും ഇല്ല. നമ്മുടെ ഷവല് ഞാൻ ഇത് അവിടുത്തെ മണ്ണ് കളഞ്ഞിട്ട് ഇതായതുണ്ട്. ഷവലാണ്, എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് ഞാൻ എന്തോ ചപ്പാണ് എൻ്റെ ഒരു ഓർമ്മ. ചത്തല്ല, ഞാൻ ഈ സാധനം കുറിച്ച് വെറുതെ പോയി ചത്തു. രാത്രി ആയപ്പോൾ പ്രിൻസിപ്പൾ വന്നിട്ട് കൊന്നു. പക്ഷെ ഞാൻ ഈ സാധനങ്ങളെല്ലാം എടുത്തിട്ട് രാത്രി എഡിറ്റ് ചെയ്ത് കുറേ നാൾ വീട്ടിനെ കാണാത്തോട്ട് കണ്ട് അപ്പോൾ എനിക്കതിപ്പോഴാണ് സംഭവം ഓർമ്മ വന്നത്. ഞാനും വിചാരിച്ചെന്താണ് എനിക്കൊരു ഓർമ്മ കിട്ടണില്ല. ഓക്കെ, എന്തായാലും കുറേ കേസ് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അത് ഞാൻ കള്ളത്തരം കാണിച്ചൊന്നുമില്ല, ശരിക്കും ഞാൻ കളിച്ചതാണ്. ബ്രൈറ്റ്നെസ്സിന് എന്തോ പറ്റി. എൻ്റെ എല്ലാം പറ്റിയില്ല, എനിക്കാണ് പറ്റുന്നത്. എൻ്റെ സിസ്റ്റം തന്നെ അടിച്ചു പോയോ? എനിക്ക് അന്ന് നമ്മൾ ഒരു ഫാം കാണിച്ചിട്ട് ചിക്കൻ ഫാം സെറ്റൊക്കെ പോകണം. അത് കാണിക്കാനാണ് ഞാൻ ഇന്ന് ചിക്കൻ ക്യാരറ്റ് വേണം. എനിക്ക് അങ്ങനെ കൊണ്ടാക്കി ഞാൻ ചിക്കൻ ഫാം റെഡിയാക്കാൻ വിചാരിച്ചു. ക്യാരറ്റ് കിട്ടുമ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു സാധനം സെറ്റാക്കിയിട്ട് നമുക്ക് ക്യാരറ്റ് ഫാം റെഡിയാക്കാം. പിന്നെ പിക്ലിങ്സ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ നമുക്ക് നോക്കണം. അല്ലെങ്കിൽ ഇത് നെതറിൽ പോകണം, അല്ലെങ്കിൽ അത് വേണം. എന്ത് വേണം? പിത്തളവാക്കി പറിക്കണം. കൂടാ തീ മഞ്ഞ വിളക്കി മണി ഇതാ പീറ. അപ്പോൾ നമ്മൾ ചിക്കൻ ഫാം. ഓക്കെ, ചിക്കൻ ഫാമിന് നമുക്ക് നല്ലൊരു ആക്ട് വേണം. നല്ലൊരു മറ്റേ ഫെൻസ് ഇത് എങ്ങനെയൊരു മൂടി ഡ്രാഗ് ബോക്സ് അതൊക്കെ പിന്നെ ചെയ്യാം. അത് ഞാൻ ഇപ്പം തന്നെ എല്ലാം കൂടി കാട്ടിക്കൂട്ടി ഒന്നും ചെയ്യുന്നില്ല. അത് പിന്നെ ശരിയാക്കാം. ഓക്കെ, ഇതില് ഈ സാധനം വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ബിൽഡ് പണിയണം. ഞാൻ എന്ത് പണിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് സ്റ്റിക്കിൻ്റെ ആവശ്യമുണ്ട്. സ്റ്റിക്ക് കയ്യിലുണ്ട്. അയണുണ്ടോ എൻ്റെ കയ്യിൽ? അയണുണ്ട്. സ്മെൽറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. നമുക്കൊരു മൂന്ന് അയൺ എടുത്ത് സ്മെൽറ്റ്. ഓക്കെ, നമുക്ക് വേണ്ട സ്റ്റിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് അന്ന് നമ്മൾ ചൂടാക്കാൻ വെച്ച സ്റ്റിക്കല്ല അത് എൻ്റെ ആളിയാ. ഓക്കെ, നമ്മുടെ ഞാൻ സ്മോക്കറിനകത്താണ് കയറ്റി വെച്ചത്. നല്ല ആള് തന്നെ. ഞാൻ മൈൻക്രാഫ്റ്റ് ഓൾമോസ്റ്റ് 4 കൊല്ലമായിട്ട് അങ്ങോട്ട് കളിക്കുന്ന ഞാൻ സ്മോക്കറിൽ കയറ്റി വെച്ചിരുന്നു. കുറേ നാളിന് ശേഷം കയറിയതല്ലേ, അതുകൊണ്ടൊന്നും പറയുന്നില്ല അല്ലേ, പറയണ്ട. ഓക്കെ, പിക്കാക്സ് മാറ്റി. ഇനി നമ്മുടെ അയാണ് സെറ്റായി. സെറ്റ് അയാണും സെറ്റ്. ഇനി നേരെ പോകുന്നു. ഇവിടെ നിന്നൊരു കില്ലാടി ആക്സ്. ഓക്കെ, നമ്മളങ്ങനെ ഒരു ആക്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പിക്കാക്സ് ഞാനൊന്ന് മാറ്റി. ഈ സാധനം വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ഞാൻ വെട്ടി നോക്കി, വെട്ടുമ്പം അത് വലിയ ഗുണമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, എന്താണേലും ഞാൻ കുറച്ച് മരം ഒന്ന് കളക്ട് ചെയ്തിട്ട് കാണാം. ഷിറ്റ്, വൈകുന്നേരം ആവാനായി. നമ്മൾ നേരെ തോർട്ടേ കമോണ്ടറാ മെഹേഷേ. ഓക്കെ ഗൈസ്, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. സ്വീറ്റ് ഡ്രീംസ്. ലെറ്റ്സ് ഗോ ബേൺ. ഞാൻ എൻ്റെ മരം വെട്ടൽ കണ്ടിന്യൂ ചെയ്തിട്ട് കാണിക്കും. ഓക്കെ, 39 കിട്ടു. ഒരു 40 കണക്കം തെറ്റിച്ച് അതിൻ്റെ. ഓക്കെ, ഇനി നമുക്ക് നേരെ ഇതും എടുത്തോണ്ട് അങ്ങോട്ട് പോവാം. എന്നിട്ട് അവിടെ പോയിട്ട് നമുക്ക് ഫെൻസ് ഉണ്ടാക്കിയിട്ട് ഫാം പോലെ നമുക്ക് സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക്
ചിക്കൻ ഫാം ഉണ്ടാക്കാൻ പറ്റും. അതെ. ഓക്കെ, ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ആക്ച്വലി 24 ശനിയാഴ്ച 24-ാം തീയതി 2:00 തോന്നുന്നു. ഓൾമോസ്റ്റ് 2:18 മേലെ കാണുന്നുണ്ടോ, 2:18 റെക്കോർഡ് ചെയ്യുന്നത്. ബട്ട് ഈ വീഡിയോ വരാൻ സാധ്യതയുള്ളത് മാക്സിമം 30-ാം തീയതി വല്ലതുമായിരിക്കും. കാരണം ഒന്നുമില്ല, ചിലപ്പം 30-ന് വരും, അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് തന്നെ വരും. ഓക്കെ, എന്താണെങ്കിലും നമുക്കിത് ഒന്ന് സെറ്റാക്കാം. നമ്മൾ കുറച്ച് പേർക്ക് ഉണ്ടാക്കി. എന്നിട്ട് എൻ്റെ പൊന്ന് കുറച്ച് നമുക്ക് മാറ്റിയിട്ട് പിന്നെ വെക്കാം. അതിപ്പോ ഒരു പാട്ടുണ്ട്. പിന്നെ മറ്റേ മണിക്കുട്ടി പാട്ടൊന്നും അങ്ങനെ പാടി. ഓക്കെ, ടോർച്ച് ഇങ്ങോട്ട് വേണം. ടോർച്ച് ആഴ്ച ഓക്കെ. വാട്ട് എ ബ്യൂട്ടിഫുൾ അല്ല ഒറ്റ നമ്മൾ ഇനി ഇതും കൂടി ഇവിടെ അങ്ങ് വെക്കണം. ഇതുപോലെ ഇനി നമുക്ക് 2 ഫെൻസ് ഗേറ്റ് വേണം. ഫെൻസ് ഗേറ്റ് ഒക്കല്ല, ജംഗിൾ ഫെൻസ് ഗേറ്റ്. ഓക്കെ, അപ്പം 2 ഗേറ്റും ചേർത്ത് ഇനി നമ്മൾ ഇതങ്ങോട്ട് വീണ്ടും മേലേക്ക് വെക്കുക, തുറക്കുക, ഇവിടെ അടയ്ക്കുക. എന്നിട്ട് നമ്മൾ ടോർച്ച് അങ്ങോട്ട് വേണം. ടോർച്ച് എടുക്കുക, ഇങ്ങനെ ഇവിടെ ഇനിയുള്ള നമുക്ക് ഇവിടെ ഓക്കെ. ഇവിടെ അയ്യോ ഇത് ഇവിടെ അടഗുമ്മട ഇപ്പൊ സെറ്റ്. So clean, so beauty. Okay. Okay, send it. അത് വിചാരിച്ചിട്ടല്ലേ വെള്ളം വെച്ചേ. വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ക്യാപ്ഷനല്ല ഇത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു 4 ബ്ലോക്ക് ഡാപ്പ് ഇങ്ങോട്ട് നോക്കുന്നു. ഓക്കെ, നമ്മൾ ഒരു 4 ഇരുമ്പ് നോക്കാം. ഇത് കോസ്റ്റ് ഡേറ്റ് ആണോ? അതില്ല, കോസ്റ്റ് ഡേറ്റ് നമുക്ക് അത് നട്ട് ഇതൊന്ന് തുറക്കുന്നു. കോസ്റ്റ് ഡേറ്റ് പോയാ ഓക്കെ, അതങ്ങ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് എവിടെയും ഈ സീഡും കാണിച്ചുകൊണ്ട് കോഴീനെ കൊണ്ടുവരണം. നമുക്ക് വലിയ കോഴീനെ കിട്ടിയിട്ടില്ല, പകരം ഈ ചെറിയ സാധനത്തിനെ കിട്ടിയിട്ടുണ്ട്. വരാൻ അവനെ വെള്ളത്തിൽ വീട്ടിൽ വരും. ഓക്കെ അതന്നെ ഇങ്ങോട്ട് പോരട്ടെ ഇതിൽ കൂടി ഇങ്ങോട്ട് പൊന്നു കോഴി. അതന്നെ ഇങ്ങോട്ട് എടാ കോഴി ഇങ്ങോട്ട്. കോഴീനെ കൊണ്ട് ഞാന് ഓക്കെ, ഒരു ഇരയെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരെണ്ണം വെച്ചിട്ട് കാര്യമില്ല.
ഞങ്ങൾക്ക് 2-3 കോഴിൻ്റെ ആവശ്യം ഉണ്ട് ഒരു വിധത്തിൽ. എല്ലാ സെറ്റ് ഇത് നോക്കി. ഞാൻ ഇതാണ് ഈ കളർ കോഴീനെ കാണുന്നത്. ഇത് നോക്കി ഇതിൻ്റെ ഈ മലേൻ്റെ ഇവിടെ ഇല്ലേ, ഇവിടെ ഞാൻ ഈ കാണുന്നതിന് കിട്ടിയത് ഇതിൻ്റെ 2 കിട്ടി. നമുക്ക് മാത്രം ഞാൻ ഒരുമിച്ച് ഇത് കൊണ്ടുവന്നു അതന്നെ. അപ്പോൾ ഫുഡ് കഴിച്ച് ഇച്ചിരി വലുതാവാനായി കേട്ടോ തോന്നുന്നു. എന്തായാലും നമുക്ക് സീഡിൻ്റെ ആവശ്യമില്ല, കാരണം ഇവിടെ നിറച്ച് നമുക്ക് സീഡ് കിട്ടുന്നതാണ്. ഓൾമോസ്റ്റ് ഇതിൽ നിന്ന് നമുക്ക് ഒരു വട്ടം കിട്ടി. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ യാത്രയാവാനായില്ലേ. ഓക്കെ, നമുക്ക് വീട്ടിലുള്ള അവിടെ നിന്ന് കിട്ടി. ഓൾമോസ്റ്റ് നമ്മൾ 50 days ആവാനായിട്ടുണ്ട് നമ്മുടെ വേൾഡിൽ. 50 days ആയി കഴിഞ്ഞ് നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കും. പ്രത്യേകിച്ചൊന്നും ചെയ്യത്തില്ല ഗൈസ്. ഇന്ന് ഞാൻ എന്തായാലും അവിടെ എത്തിയിട്ട് നിങ്ങൾക്കൊരു കാര്യം പറയാം. ഓക്കെ ഗൈസ്, നിങ്ങൾ നോക്കണ്ട, നമ്മുടെ സ്കിന്ന് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്. അപ്പം നമ്മളെന്തായാലും അതേ സ്കിന്ന് തന്നെ ഒന്നുകൂടി ഇടുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നത് പറഞ്ഞുകൊണ്ട് ബ്രൂട്ടോണിസ് ഗെയിമിംഗ് ജോണി സൈനിങ് ഔട്ട്. അപ്പറ്റാത്ത ബൈ സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ഇന്ന് നമ്മളെന്തായാലും ഒരു കുഞ്ഞി കോഴി ഫാം സെറ്റാക്കി. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 600 സബ്സ്ക്രൈബേഴ്സ് എല്ലാം നോക്കാതെ അടിച്ചു പൊട്ടിക്കുക. അപ്പം ബൈ. ഒരു മിനിറ്റ്, ടിഷ്കു കളിച്ചോണ്ടിരുന്ന എൻ്റെ എല്ലാം പോവും. ഫ്രണ്ട് അയ്യോ, എൻ്റെ ബെഡും പൊട്ടി, എല്ലാം പൊട്ടി. അപ്പോൾ ബൈ ബൈ. 17 17 17 17 17